ആ സമയത്ത് എനിക്ക് നമ്മുടെ ഏജ് നമ്മൾ നോക്കണം. ആ സമയത്ത് ഞാൻ 2-3 പേരോട് പറഞ്ഞപ്പം അവരാരും വിശ്വസിക്കുന്നില്ല. രഞ്ജിത്ത് എന്ന് പറഞ്ഞ സംവിധായകൻ ഇത്ര വലിയ ഈ സമയത്ത് ഞാൻ കാവ്യമാധവനുമായിട്ട് അവരുടെ പേജ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. അവർക്ക് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് എൻ്റെ ഫോണിലുണ്ട്. അതിൽ ഞാൻ മെസ്സേജ് അയച്ച് ഞാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ മാമിൻ്റെ ഷൂട്ടിന് വന്ന സമയത്ത് രഞ്ജിത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറി. പക്ഷേ അവർ അത് സീൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊന്നും റീപ്ലേയോ അല്ലെങ്കിൽ റെസ്പോണ്ടോ ഒന്നുമില്ല. പിന്നെ ഇടവേള ബാബുവിനോട് ഞാൻ ഈ കാര്യം ഷെയർ ചെയ്തിരുന്നു. അയാളും ഇതേപോലെ തന്നെ അയാളും എന്നോട് പെരുമാറിയത്, അയാൾ എന്നോട് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് നിന്നെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പിക്സ് 2 അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല, കുറച്ചും കൂടി ന്യൂഡായിട്ടുള്ള പിക്സാണ് കാണേണ്ടതെന്ന്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, നമ്മളിപ്പോൾ ഒരു അവസരത്തിനാണെങ്കിലും നമ്മളൊരു ആവശ്യ സഹായത്തിനാണെങ്കിലും ഫിലിം ഇൻഡസ്ട്രിയിൽ പോയാൽ ദിസ് ഇസ് വാട്ട് ഹാപ്പൻ. അത് അവിടെയുള്ള പിന്നെ ഈ രഞ്ജിത്ത് ഈ റൂമിലിരുന്ന് പറഞ്ഞ സമയത്ത് പുള്ളി 2-3 നടന്മാരെ പേര് പറഞ്ഞിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും നിന്നെ കണ്ടു കഴിഞ്ഞാൽ അവർക്കൊക്കെ താല്പര്യം ഉണ്ടാവും, അങ്ങനെയാണെങ്കിൽ നിനക്ക് അവസരങ്ങളും ലഭിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ രീതിയിൽ. പക്ഷേ പിറ്റത്തെ ദിവസം രാവിലെ, അന്ന് രാത്രി ഞാൻ ഈ മദ്യപിച്ചത് കൊണ്ട് ഞാനും അത്ര ബോധാവസ്ഥയിലല്ലായിരുന്നു. രാവിലെ എണീറ്റപ്പോൾ പുള്ളിയുടെ ക്യാരക്ടറേ ചേഞ്ചായി. പുള്ളി രാവിലെ പറഞ്ഞു, സാജ് ഐ വോണ്ട് ടു ഗോ വേക്കപ്പ്, എനിക്ക് പോകണം, നിങ്ങൾക്ക് എത്ര പൈസ വേണ്ടെന്നാണ് ചോദിച്ചത്. സോ അത് ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു. ഞാൻ ഒരുപാട് ആഗ്രഹം വെച്ചിട്ടാണ് ബാംഗ്ലൂരിലേക്ക് ട്രാവൽ ചെയ്യുന്നത്. അവിടെ പോയി ഹോട്ടലിൽ ഇത്രയും റിസ്ക് എടുത്ത് പോയിട്ട് പുള്ളി എന്നെ സെക്ഷുവലി അബ്യൂസ് ചെയ്തിട്ട് പുള്ളിക്ക് രാവിലെ എണീറ്റപ്പോൾ പുള്ളിക്ക് പോകണം. പുള്ളി വേറെ ഒരു കാര്യം ചോദിക്കുന്നില്ല. ഹി ഓഫറിങ് മീ സം മണി. ഞാൻ പറഞ്ഞു, സാർ ഞാൻ ഇതെല്ലാം ആഗ്രഹിക്കുന്നത്. ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചത് ഒരു ചാൻസാണ്, ഒരു സിനിമയിൽ ഒരു അവസരമാണ് ആഗ്രഹിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള അവരുടെ ഒരു പദവി അവർ നല്ല രീതിയിൽ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ അന്ന് ഞാൻ ഫ്ലൈറ്റ് ക്യാബിൻ ക്രൂ ചെയ്യായിരുന്നു. എനിക്ക് അപ്പോൾ അന്ന് 21 ആയിരുന്നു, ഏജ് 21 ആയിരുന്നു. അതെ, കോഴിക്കോട്. ബാംഗ്ലൂർ പുള്ളി എന്നോട് പറഞ്ഞത് ബാവുട്ടിയുടെ നാമത്തിൽ സിനിമയുടെ ഓഡിയോ ലോഞ്ചോ, പുള്ളി പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെയാണ്. പുള്ളി ആ ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ പോകുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഓഫ് കോഴ്സ് ആൾ ഒരു വലിയ ഡയറക്ടറല്ലേ. അപ്പോൾ നമ്മൾ വിളിക്കുമ്പോൾ ബാംഗ്ലൂരോ കൊച്ചിയോ എവിടെയാണെങ്കിലും നമ്മൾ റിസ്ക് എടുത്ത് പോകും. അന്ന് ഫിനാൻഷ്യലി എനിക്ക് അതിന് വേറൊരു കാര്യമുണ്ട്. പുള്ളി എനിക്ക് കുറച്ച് പൈസ തന്നിട്ടുണ്ടായിരുന്നു കാലിക്കറ്റ് വെച്ചിട്ട്. ഏതാണ്? ഇല്ല, ഒരുപാട് സൗഹൃദമൊന്നുമില്ല. പിന്നെ അന്ന് ആ സമയത്ത് ഞാൻ ഈ ഫ്ലൈറ്റിനുള്ള ഫെയർ ആണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം എന്നോട് ബാംഗ്ലൂർ പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് പൈസ അയച്ചു ഇല്ല, പൈസ അയക്കുക അങ്ങനത്തെ ഒരു ഇതുമില്ല. ആ സമയത്ത് എൻ്റെ ഫോണിൽ എന്തെങ്കിലും എനിക്ക് ഇന്നിപ്പോൾ റിവേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പ്രൂഫ് തരാമായിരുന്നു. മുൻപ് പൈസ തന്നു? ഇല്ല, ക്യാഷ് തന്നത് റൂമിൽ നിന്ന് ഞാൻ ഇറങ്ങുന്ന സമയത്ത് പുള്ളി എനിക്ക് പൈസ തന്നിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് ഇറങ്ങുന്ന കാര്യമാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ ക്യാഷ് മേടിച്ചിട്ടില്ല. അത് ഞാൻ പറഞ്ഞത് പൈസക്ക് വേണ്ടിയിട്ടല്ലായിരുന്നു ഞാൻ അവിടെ പോയത്. ഏതൊരു വ്യക്തിയും ഒരു ഡയറക്ടറെ അടുത്ത് പോകുന്നത് പൈസക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ആക്ടറെ കാണാൻ പോകുന്നതോ പൈസക്ക് വേണ്ടിയിട്ടായിരിക്കില്ല. അവരുടെ ഫ്യൂച്ചറിൽ ഒരു അവസരം എന്നുള്ള ഉദ്ദേശം വെച്ചിട്ടായിരിക്കും അവർ പോയിട്ടുണ്ടാവാം. ഇതിപ്പോൾ ഞാൻ താജ് പോലുള്ളൊരു ഹോട്ടലിലൊക്കെ നിങ്ങൾ പ്രധാന വഴിയിൽ കൂടെ പോകാതെ റെസ്റ്റോറൻറ്റിൽ കൂടെ പോകുന്നു, സ്റ്റെയർകേസിൽ നടന്നു മുകളിലെത്തുന്നു, അതൊക്കെ സേഫ്റ്റി പ്രിക്കോഷൻസ്? ഓഫ് കോഴ്സ് അല്ല. അതാ ഞാൻ പറഞ്ഞു, ഇത്രയും വലിയൊരു ഡയറക്ടർ അയാളാണ് എനിക്ക് ഈ ഒരു ഏജിൽ അയാൾ എനിക്ക് ഡയറക്ഷൻ തരികയാണ് എങ്ങനെയാണ് പോകേണ്ടതെന്ന്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്നത് ഒരു ഹോട്ടൽ ഇൻഡസ്ട്രിയിലാണ്. എനിക്കറിയാം എത്ര റിസ്ക്കിയാണ് അങ്ങനെയൊക്കെ പോകുന്നതെന്ന്. പക്ഷെ പുള്ളി പറഞ്ഞു തരികയാണ്, ബാക്ക് സൈഡിലൂടെ ഡോറുണ്ട്, അത് എക്സിറ്റ് ഡോറിൽ സ്റ്റെയർ കേസ് കയറിയിട്ട് ആരെങ്കിലും ഒരാൾ എന്നെ കണ്ടിരുന്നെങ്കിൽ അത് ഭയങ്കര ഒഫൻസാണ്. ആ സമയത്ത് എന്നെ പിടിച്ചിരുന്നെങ്കിൽ, കാരണം റിസപ്ഷൻ ഓൾറെഡി എന്നെ അലൗ ചെയ്തിട്ടില്ല ട്രാവൽ ചെയ്യാൻ, ഉള്ളിലേക്ക് പോകും. ഇദ്ദേഹം ഇതൊക്കെ പറഞ്ഞതിന് ശേഷം ബാംഗ്ലൂരിൽ നിന്ന് പിരിഞ്ഞു. ഞാൻ കാലിക്കറ്റ് എത്തി. ഞാൻ മെസ്സേജ് അയച്ചു. 2 വട്ടം മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് റീപ്ലൈ ഇല്ല. 3ാമത്തെ വട്ടം ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു മെസ്സേജ് വന്നു, ഞാൻ രഞ്ജിത്തിൻ്റെ വൈഫാണ്, ഇനി ഈ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുത്. ബട്ട് ഐ എം ഷുവർ അത് രഞ്ജിത്താണെന്ന് എനിക്കറിയാം. ഇല്ല, ദാറ്റ് ഈസ് 2012. അതെങ്ങനെയാണ്? ആ സമയത്ത് വാട്സപ്പ് പോലും ഇല്ല. സോ അതെനിക്ക് കാണിക്കാൻ പറ്റില്ല. പക്ഷേ അത് നിയമപരമായിട്ട് പോവുകയാണെങ്കിൽ എനിക്കത് പ്രൂവ് ചെയ്യാൻ പറ്റും. അത് ഇടവേള ബാബു അയാളുമായിട്ട് ഞാനിങ്ങനെ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ ഈ ഇഷ്യൂ കുറച്ച് അയാളുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ പുള്ളി എന്നോട് ചോദിക്കുന്നത്, രഞ്ജിത്ത് യൂസ് ചെയ്തോ, എനിക്കൊന്ന് കാണാൻ പറ്റുമെന്നാണ്. അല്ലാതെ രഞ്ജിത്ത് യൂസ് ചെയ്തോ ഞാൻ നിനക്ക് അതിനുള്ള ഹെൽപ്പ് ചെയ്യാം എന്നൊന്നും അല്ല പുള്ളി പറഞ്ഞു. പുള്ളിക്ക് ഹി വാണ്ടഡ് ടു മീറ്റ് മീ. അത് ആ സമയത്തല്ല, ഇറ്റ് വാസ് ഹാപ്പൻ റീസെൻ്റ്ലി. ഒരു 9 months മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്.
സമാന ബാബു സംസാരിച്ചത് ഈ 9 months ആകും. തെളിവുകൾ നിങ്ങൾ അതിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട്. അത് എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല. ഞാൻ ഉണ്ട് തെളിവ് എൻ്റെ കയ്യിലുണ്ട്.